ഇത് നമുക്ക് ഈ ഒരു ഫ്രോക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ. ഇത് നമ്മൾ 5 മന്ത് തൊട്ടിട്ട് 1 ഇയർ വരെ ഇടാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ ഒരു മെഷർമെൻറ്റാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. നീ ലെങ്ത് ആണ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ ലൈനിങ്ങിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മെയിൻ ക്ലോത്തിലാണ് കട്ട് ചെയ്യാൻ സുഖം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി. ഷോൾഡറും ആം ഹോളും 4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ചെസ്റ്റ് 5+1 ഇഞ്ച് പറയണത് തയ്യൽ തുമ്പാണ്. അപ്പോൾ ടോട്ടൽ 6 ഇഞ്ച്. പിന്നെ ബോഡി പാർട്ട് വരുന്നത് 6+1 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഈ 1 സിം അലവൻസ് ടോട്ടൽ 7 ഇഞ്ച്. ഇത് സ്ട്രാപ്പ് വരുന്ന ഫ്രോക്കാണ്. അപ്പോൾ ഇതിൻ്റെ നെക്ക് വിഡ്ത്ത് വരുന്നത് 2.5 ഇഞ്ചും ലെങ്ത്ത് 2 ഇഞ്ചുമാണ് വരുന്നത്. അതിൽ 2 ഇഞ്ച് കൊടുക്കാൻ കാരണം സ്ട്രാപ്പിൻ്റെതായതുകൊണ്ടാണ്. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ ഒരു 1/4 ഇഞ്ച് മുകൾക്ക് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ചും അടയാളപ്പെടുത്തുക. എന്നിട്ട് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ആം ഹോള് കർവ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ 1/4 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈന് വരക്കുക, ഈ ജോയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ വേസ്റ്റിൻ്റെ അവിടെ ചെറുതായിട്ട് ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗം മൊത്തം കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. ബാക്കിൽ നമ്മൾ ഇൻവിസിബിൾ സിബ് വെക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ അപ്പുറത്തേക്ക് വേണം നമ്മൾ ഫ്രണ്ട് പാർട്ടിലെ ക്ലോത്ത് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഒരു അളവിൽ മൊത്തം കട്ട് ചെയ്യാം. നമ്മൾ സിബ് വെക്കുന്നില്ല, ബാക്കിൽ കെട്ടാനാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് രണ്ടും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ പാർട്ട് കട്ട് ചെയ്യാം. ഇതിൽ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇത് ബാക്ക് പാർട്ടാണ്. അതിൻ്റെ സിബ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ മെയിൻ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്കേർട്ട് പോർഷനാണ് കട്ട് ചെയ്യാനുള്ളത്. നീ ലെങ്ത് ആണ് ഈ ഒരു ഫ്രോക്ക് വരുന്നത്. പിന്നെ ഈ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ സ്ക്രീനിൽ കൊടുക്കാം. ഈ ഒരു ഫ്രോക്ക് നമുക്ക് ഫോൾഡ് ചെയ്തിട്ടാണ് വരുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളെന്നറിയില്ല. അത് ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ സ്കേർട്ടിൻ്റെ ഭാഗം വേണ്ടത് അതിൻ്റെ ഡബിൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് 2 ലെയർ ആയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ 4 പീസ് നമ്മൾ കട്ട് ചെയ്യാനുണ്ടാവും, ഫ്രണ്ടിൽക്കും ബാക്കിൽക്കും ആയിട്ട്. ഇത് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ പ്ലീറ്റ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ നമ്മൾ അങ്ങനെ 4 പീസ് മൊത്തം കട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ലെയറും സെയിം അളവിലുള്ള 2 എണ്ണം. പിന്നെ സെക്കൻഡ് ലെയർ ഇത് 23 ഇഞ്ചിൽ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ലെങ്ത്തേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. വിഡ്ത്ത് വരുന്നത് ഈ ക്ലോത്തിൻ്റെ മൊത്തം വിഡ്ത്ത് നമ്മൾ എടുക്കുന്നുണ്ട്. ജിമ്മി ചൂ ഫാബ്രിക്കാണ് ഇത് വരുന്നത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സ്ട്രാപ്പ് കട്ട് ചെയ്യാം. സ്ട്രാപ്പിൻ്റെ വിഡ്ത്ത് വരുന്നത് 2.5 ഇഞ്ചും ലെങ്ത്ത് 5.5 ഇഞ്ചുമാണ് വരുന്നത് കേട്ടോ. അങ്ങനെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് വലിയ പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ സ്ലീവിനും ലെയറും ബോഡി പാർട്ടും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഞാൻ കട്ട് ചെയ്തെടുത്തൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കാറുണ്ട്. ഫസ്റ്റ് നമ്മളിതിൻ്റെ സ്ട്രാപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിൻ്റെ ഫുള്ള് വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല, റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ സ്ട്രാപ്പ് ഇങ്ങനെയാണ് വരുന്നത്. ഈ മെയിൻ പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ഈ സ്ട്രാപ്പ് ഇങ്ങനെ വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ തുണി ഇങ്ങനെ വെച്ച് ആം ഹോളും നെക്കും സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രാപ്പ് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങാതെ നോക്കുക. എന്നിട്ട് ആം ഹോളിൻ്റെ അവിടെ കുറച്ച് കട്ടിട്ട് കൊടുത്തിട്ട് അത് നമുക്ക് തിരിച്ചെടുക്കാം. നമുക്ക് തിരിച്ചെടുക്കുമ്പോൾ നല്ല ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് കൂടെ പതിച്ചടിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിലും ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കിൽ നമ്മൾ സിബ് വെച്ചിട്ട് ബോഡി പാർട്ട് മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ബാക്കിൽ ഇതേപോലെ ഇൻവിസിബിൾ സിബും കൊടുത്തിട്ടുണ്ട്. ഇനി സ്കേർട്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ മുന്നേ കട്ട് ചെയ്ത ക്ലോത്ത് നമ്മളിങ്ങനെ നേരെ ഫോൾഡ് ചെയ്ത് പുറത്ത് വരുമ്പോൾ നല്ല വശം, ഉള്ളിൽ ചീത്ത വശമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ലോങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് ജിമ്മി ചൂ ഫാബ്രിക് ആയതുകൊണ്ട് നമുക്ക് നല്ല പണിയായിരുന്നു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ഫ്ലോയി ആയി കിടക്കുന്ന ക്ലോത്താണല്ലോ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ഒരു ലോങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക അതേപോലെ ചെയ്താൽ മതി. ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറ്. എനിക്കിങ്ങനെ ശീലമായി. ഇങ്ങനെ ചെയ്യുമ്പോൾ കയ്യെ കൊടുങ്ങാന്നൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങളെങ്ങനെയാണോ സാധാരണ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക അതേപോലെ ചെയ്താൽ മതി. നമ്മളിങ്ങനെ 4 പീസും ബാക്കിൽക്കും ഫ്രണ്ടിൽക്കും ആയിട്ട് 4 പീസ് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും കൂടെ ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഇതിങ്ങനെ ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇതിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുക. ഇത് ഞാൻ നീ ലെങ്ത്താണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലെങ്ത്തിന് ഫുൾ ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്താൽ മതി. അപ്പം നമ്മളത് രണ്ടും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ബാക്കിൽ ഇൻവിസിബിൾ സിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി സ്കേർട്ട് പോർഷനും ബോഡി പാർട്ടും കൂടെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഏകദേശം പണിയൊക്കെ തീർന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മളത് കൂട്ടിയിട്ട് മൊത്തം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും. നമ്മളിതിൻ്റെ ബാക്കിൽ കെട്ടാൻ വേണ്ടിയിട്ട് കയറ് കൊടുക്കുന്നുണ്ട്. അത് ഷിബ് ഉള്ളത് കൊണ്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാൻ കസ്റ്റമർ പറഞ്ഞ രീതിയിൽ അങ്ങനത്തെ ഒരു കയറും വെക്കുന്നുണ്ട്. ഇതേപോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ എക്സസൈസ് വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ചെറിയ കുട്ടിയല്ലേ, മേത്ത് കുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമ്മളിത് ക്ലോസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഉള്ളിൽ കെട്ടുന്ന കയറും കൂടെ വെച്ച് നമ്മൾ മൊത്തം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഫ്ലവറിൻ്റെ ഒരു സംഭവം കൂടെ വരുന്നുണ്ട്. അത് നമ്മൾ ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല. അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കട്ടോ. അതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്.